സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. നാളെയും മറ്റന്നാളും 3 ജില്ലകളിൽ റെഡ് അലർട്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. കോർപ്പറേഷൻ പരിധിയിലെ തോടുകളുടെ മഴക്കാലപൂർവ്വ ശുചീകരണം വൈകുന്നതിൽ കൌൺസിലർമാരുടെ പ്രതിഷേധം. ഡെപ്യൂട്ടി മേയർ ML റോസിയെ കോൺഗ്രസ് കൌൺസിലർമാർ തടഞ്ഞു. വിയൂർ ജയിൽ പരിസരത്തുനിന്ന് പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞ പ്രതിക്ക് അന്വേഷണം ഊർജിതമാക്കി. കുപ്രസിദ്ധ മോഷ്ടാവ് തമിഴ്നാട് സ്വദേശി ബാലമുരുകനാണ് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. കൈപ്പറമ്പ് ഏഴാങ്കല്ലിൽ ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട ഡിവൈഡറിലേക്ക് ഇടിച്ചുകയറി. കുന്നംകുളം പാറയപ്പാടത്ത് KSRTC ബസ് റോഡിലെ കുഴിയിൽ വീണ് 2 പേർക്ക് പരിക്കേറ്റു. വെളിക്കുളങ്ങര കാരിക്കടവ് ആദിവാസി കോളനിക്ക് സമീപത്തെ മുപ്ലിപ്പുഴയിൽ രൂപപ്പെട്ട മൺതുരത്ത് നീക്കം ചെയ്യാൻ തീരുമാനം. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കൊരട്ടി കോനൂരിൽ കുടുംബ വഴക്കിനെ തുടർന്ന് മുൻ കൊരട്ടി പഞ്ചായത്ത് അംഗത്തിന്റെ വീടും കാറും തല്ലി തകർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട ബന്ധുവിനെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. നാളെയും മറ്റന്നാളും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടുമാണ്. ബംഗാൾ ഉൾക്കടലിൽ ബുധനാഴ്ചയോടെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ തിങ്കൾ മുതൽ ബുധൻ വരെ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്തുനിന്ന് മത്സ്യബന്ധന വള്ളങ്ങൾ കടലിൽ പോകാൻ പാടില്ലെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഈ മാസം 31 കാലവർഷം കേരളത്തിലെത്തും. കോർപ്പറേഷൻ പരിധിയിലെ തോടുകളുടെ മഴക്കാലപൂർവ്വ ശുചീകരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൌൺസിലർമാർ ഡെപ്യൂട്ടി മേയർ ML റോസിയെ തടഞ്ഞു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ വെച്ചാണ് ഡെപ്യൂട്ടി മേയറെ തടഞ്ഞത്. പ്രതിഷേധത്തെ തുടർന്ന് ഡെപ്യൂട്ടി മേയർ ഓഫീസിൽ കയറാതെ തിരിച്ചുപോയി. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ ഉപനേതാവ് സുനിൽ രാജ്, കൌൺസിലർമാരായ ശ്രീലാൽ ഒളരി, സിന്ധു ആൻഡോ ചാക്കോള, K രാമനാഥൻ, NR ഗോപകുമാർ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. വിയൂർ ജയിൽ പരിസരത്ത് നിന്ന് പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി. കുപ്രസിദ്ധ മോഷ്ടാവ് തമിഴ്നാട് സ്വദേശി ബാലമുരുകനാണ് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രി തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നാണ് ഇയാൾ രക്ഷപ്പെട്ടത്. വിയൂരിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് തട്ടിയെടുത്താണ് ഇയാൾ രക്ഷപ്പെട്ടത്. തമിഴ്നാട്ടിലെ കോടതിയിൽ ഹാജരാക്കി വിയൂർ അതിസുരക്ഷാ ജയിലിൽ എത്തിക്കുമ്പോഴായിരുന്നു സംഭവം. ജയിലിന്റെ പരിസരത്ത് വെച്ച് പോലീസിനെ തള്ളിമാറ്റി ഓടി രക്ഷപ്പെടുകയായിരുന്നു. 2023 സെപ്റ്റംബർ 24 മുതൽ വിയൂർ അതീവ സുരക്ഷാ ജയിലിലായിരുന്നു. മോഷ്ടാവിനെ പിടികൂടാൻ തിരച്ചിൽ തുടങ്ങി. കേരളത്തിലും തമിഴ്നാട്ടിലുമായി ഒട്ടേറെ മോഷണ കേസുകളിൽ പ്രതിയായ ബാലമുരുകൻ സംസ്ഥാനം വിട്ടതായാണ് സൂചന. കൈപ്പറമ്പ് ഏഴാങ്കല്ലിൽ ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട ഡിവൈഡറിലേക്ക് ഇടിച്ചുകയറി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോകുകയായിരുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. ഗുരുവായൂരിലേക്ക് പോകുകയായിരുന്ന മറ്റൊരു ബസ്സിൽ യാത്രക്കാരെ കയറ്റിക്കൊണ്ടുപോയി. ഏഴാങ്കല്ല് കൈപ്പറമ്പ് ഭാഗത്ത് നിയന്ത്രണം വിട്ട ഡിവൈഡറിൽ വാഹനങ്ങൾ കയറിയുള്ള അപകടം തുടർക്കഥയായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പോലീസും നാട്ടുകാരും ചേർന്ന് ഡിവൈഡറിൽ താൽക്കാലിക റിഫ്ലക്ടർ പതിപ്പിച്ചിരുന്നു. വെള്ളറക്കാട് പഞ്ചായത്ത് ഓഫീസിന് സമീപം നിയന്ത്രണം വിട്ട കാർ റോഡരികിൽ കൂട്ടിയിട്ടിരുന്ന മരത്തടികളിലിടിച്ചു. കാർ യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കുന്നംകുളം ഭാഗത്തു നിന്ന് വന്നിരുന്ന കാർ റോഡരികിലെ മരത്തിന്റെ വശത്തും സൂചനാ ബോർഡിലും ഇടിച്ചതിനു ശേഷം കൂട്ടിയിട്ടിരുന്ന മരത്തടികളിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ കാർ ഭാഗികമായി തകർന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരുമ്പിൽ നിർമ്മിച്ച സൂചനാ ബോർഡും റോഡരികിലുണ്ടായിരുന്ന വലിയ മരത്തടിയും 5 മീറ്ററോളം ദൂരത്തേക്ക് തെറിച്ചു വീണു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് യാത്രക്കാർ വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത്. അതേസമയം കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയോരത്ത് മരമില്ലിലെ മരത്തടികൾ കൂട്ടിയിടുന്നത് അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതിയുണ്ട്. ഈ ഭാഗത്ത് കാൽനട യാത്രക്കാർ റോഡിൽ കയറി നടക്കേണ്ട സാഹചര്യമാണ്. ഇതിനു മുൻപും വാഹനങ്ങൾ മരത്തടികളിൽ കയറി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പൊതുമരാമത്ത് വകുപ്പിൽ പല തവണ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും കടങ്ങോട് പഞ്ചായത്ത് മെമ്പർ MV ധനീഷ് പറഞ്ഞു.
കുന്നംകുളം പാറയമ്പാടത്ത് KSRTC ബസ് റോഡിലെ കുഴിയിൽ വീണ് ബസ്സിലെ യാത്രക്കാർക്ക് പരിക്കേറ്റു. ചങ്ങരംകുളം നന്നമുക്ക് സ്വദേശികളായ കൊട്ടാരത്ത് വീട്ടിൽ ഉദയന്റെ ഭാര്യ ദീപ, മകൾ അതുല്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂരിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന KSRTC ബസ് പാറയമ്പാടത്ത് വെച്ച് റോഡിലെ കുഴിയിൽ വീഴുകയായിരുന്നു. ബസ്സിലെ യാത്രക്കാരെ മറ്റൊരു KSRTC ബസ്സിൽ കയറ്റിവിട്ടു. മഴ പെയ്തതോടെ കുന്നംകുളം മുതൽ പെരുമ്പിലാവ് വരെയുള്ള മേഖലകളിലെ റോഡിൽ വൻ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളതായി നാട്ടുകാർ ആരോപിച്ചു. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ നിയന്ത്രണം വിട്ട ലോറി സമീപത്തെ മരത്തിലിടിച്ച അപകടം. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇടപ്പള്ളിയിൽ നിന്നും ബ്രെഡുമായി കൊരട്ടിക്കരയിലേക്ക് പോകുകയായിരുന്ന പാർസൽ ലോറിയാണ് എതിർദിശയിൽ നിന്ന് വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട മരത്തിൽ ഇടിച്ചു നിന്നത്. അപകടത്തിൽ മരം റോഡിലേക്ക് വീണ ഗതാഗതം തടസ്സപ്പെട്ടു. സമീപത്തെ ഹോട്ടലിന്റെ ബോർഡും തകർന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരക്കൊമ്പും ചില്ലകളും വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. വെള്ളിക്കുളങ്ങര കാരിക്കടവ് ആദിവാസി കോളനിക്ക് സമീപം മുപ്ലി പുഴയിൽ രൂപപ്പെട്ട മൺതുരത്ത് നീക്കം ചെയ്യാൻ തീരുമാനം. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. പുഴയുടെ നീരൊഴുക്ക് തടസ്സമാകും വിധം അടിഞ്ഞുകൂടിയ അവശിഷ്ടങ്ങൾ ഇരുകരകളിലേക്കും നിക്ഷേപിക്കുന്നതിന് വനംവകുപ്പ് NOC നൽകും. അഡീഷണൽ ഇറിഗേഷൻ വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഹൈഡ്രോളജി വകുപ്പിന്റെയും വനംവകുപ്പിന്റെയും മേൽനോട്ടത്തിലാണ് എക്കൽ നീക്കം ചെയ്യുക. 2018 പ്രളയത്തെ തുടർന്നാണ് മുപ്പിളിപ്പുഴയിൽ എക്കൽ മണ്ണ് അടിഞ്ഞുകൂടി തുരുത്ത് രൂപപ്പെട്ടത്. തുടർന്നുള്ള ഓരോ മഴക്കാലത്തും ഇതിൽ കൂടുതൽ എക്കൽ വന്നടിഞ്ഞ് തുരുത്ത് കൂടുതൽ വിസ്തൃതമായി. ഇത് പുഴയുടെ നീരൊഴുക്കിന് തടസ്സമാവുകയും കോളനിയിലേക്ക് വെള്ളം കയറാൻ കാരണമാവുകയും ചെയ്തു. പുഴയിലെ തുരുത്ത് നീക്കം ചെയ്യാത്തത് മൂലം ആദിവാസി കുടുംബങ്ങൾ നേരിടുന്ന ദുരിതം സംബന്ധിച്ച് TCV നേരത്തെ പലതവണ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2022 മഴക്കാലത്ത് കോളനിയിലെ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇവിടുത്തെ കുടുംബങ്ങളെ ഏതാനും ദിവസത്തേക്ക് വെള്ളിക്കുളങ്ങരയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു. വനത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയോ തുടർച്ചയായി മഴ കനത്തു പെയ്യുകയോ ചെയ്താൽ മുപ്പിളി പുഴയിലുണ്ടാകുന്ന മലവെള്ളപ്പാച്ചിലിൽ കാരിക്കടവ് കോളനിയിലുള്ളവരെ ഇത്തരത്തിൽ ദുരിതത്തിലാക്കാറുണ്ട്. മഴക്കാലത്ത് പുഴ തുരുത്തിന് ഇരുവശത്തേക്കും വഴിമാറി ഒഴുകാൻ തുടങ്ങിയതോടെ കോളനിയുടെ അതിർത്തിയിലുള്ള കൃഷിഭൂമി ഇടിഞ്ഞു നശിക്കാനും കാരണമായി. മലവെള്ളം പുഴയിലൂടെ ശരിയായി ഒഴുകിപ്പോകാൻ കഴിയാതെ ദിശമാറി ഒഴുകിയത് മൂലം വ്യാപകമായി ബണ്ട് ഇടിഞ്ഞു നശിച്ചിരുന്നു. വൈകിയാണെങ്കിലും പുഴയിൽ രൂപപ്പെട്ട മൺതുരുത്ത് നീക്കം ചെയ്യാനുള്ള തീരുമാനം ആദിവാസി കുടുംബങ്ങൾക്ക് ആശ്വാസം പകരുകയാണ്. TCV കൊടകര. കൊരട്ടി കോനൂരിൽ കുടുംബ വഴക്കിനെ തുടർന്ന് യുവാവ് വീടും കാറും തല്ലി തകർത്തു. മുൻ കൊരട്ടി പഞ്ചായത്ത് അംഗം സിന്ധു ജയരാജിന്റെ വീടിന്റെ ജനലുകളും കാറിന്റെ ഗ്ലാസുകളുമാണ് തല്ലിപ്പൊളിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ ബന്ധുവും പാറക്കൂട്ടം സ്വദേശിയുമായ പള്ളിപ്പറമ്പിൽ അശ്വിനെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ യുവാവ് ഉച്ചത്തിൽ അസഭ്യം പറയുകയും വാക്കത്തി ഉപയോഗിച്ച് കാറിന്റെ ഗ്ലാസ് വെട്ടിപ്പൊളിക്കുകയും ചെയ്തു. തുടർന്നാണ് ജനലിന്റെ ചില്ലുകളും തകർത്തത്. വിവരമറിഞ്ഞെത്തിയ പോലീസ് അശ്വിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഏകദേശം ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ടാവും. എൻ്റെ കൂടെ എൻ്റെ വീട്ടിലെ ഒരു 1.5 വയസ്സുള്ള എൻ്റെ മകൻ്റെ കുട്ടി ഉണ്ടായിരുന്നു. ഞാൻ ആ കുട്ടീനെ ഉറക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കോളിംബെല്ല് അടിച്ചു. കോളിംബെല്ല് അടിക്കുന്ന ഒച്ച കേട്ട് ഭയങ്കര വലിയ ഒച്ച കാരണം കൊച്ചു ഞെട്ടി എഴുന്നേറ്റ് ഞാൻ പോയി ആദ്യം ജനലേക്കൂടെ നോക്കി. ആ നേരം കാരണം ജനലേക്കൂടെ നോക്കിയപ്പോൾ കയ്യിൽ വെട്ടുകൊത്തിയുമായിട്ട് അശ്വിൻ, പക്ഷെ അവൻ നമ്മുടെ വീടിൻ്റെ ഉമ്മർത്ത് വെട്ടുകൊത്തിയും കൊണ്ട് വാതിൽ തുറക്കടി എന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കണേ. അപ്പം ഞാൻ വാതിൽ തുറക്കാണ്ട് തന്നെ ജനലേക്കൂടെ എന്താടാ കാര്യം, വീട്ടിൽ പോടാ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ ഓടി വന്നിട്ട് ആ ജനലേമ അവൻ്റെ കയ്യിലുള്ള വാക്കത്തി വെച്ചിട്ട് ജനലേമ വെട്ടുകയാണ് ആദ്യം ചെയ്തത്. ജനല വെട്ടിയപ്പം ഭാരതപ്പുഴയിൽ കഴിഞ്ഞ ദിവസം ഒഴുക്കിൽപ്പെട്ട് കാണാതായി വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. ചെറുതുരുത്തി പടിഞ്ഞാറേ തോപ്പിൽ സുന്ദരൻ മകൻ ആര്യനാണ് മരിച്ചത്. സഹോദരനും സുഹൃത്തുക്കളും ഒത്ത് പുഴയിൽ കുളിക്കുന്നതിനിടെ ആര്യന് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ചെറുതുരുത്തി റെയിൽവേ പാലത്തിന് സമീപം ഏർലക്കടവിൽ ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. ചെറുതുരുത്തി പോലീസിന്റെയും ഷൊർണൂർ ഫയർഫോഴ്സിന്റെയും മുങ്ങൽ വിദഗ്ധരുടെയും നേതൃത്വത്തിൽ ഇന്നലെ ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. മഴയെ തുടർന്ന് തിരച്ചിൽ പിന്നീട് നിർത്തിവെക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ചെറുതുരുത്തി പോലീസ് നടപടികൾ സ്വീകരിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിക്കുന്നു. പവന് 640 രൂപ കൂടി 54,720 രൂപയായി. ഗ്രാമിന് 80 രൂപ കൂടി 6,840 രൂപയാണ്. ഏപ്രിൽ 19 രേഖപ്പെടുത്തിയ ഉയർന്ന വിലയായ 54,520 രൂപയാണ് ശനിയാഴ്ച മറികടന്നത്. ഈ മാസം മാത്രം 2,280 രൂപയാണ് പവന് വർദ്ധിച്ചത്.
കാപ്പ നിയമപ്രകാരം നാടുകടത്തിയ പ്രതി നിയമം ലംഘിച്ച് നാട്ടിലെത്തിയതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. ചന്ദ്രാപ്പിനി കടനാംകുളം സ്വദേശി ഏറാക്കൽ സൂരജിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. 18ഓളം കേസുകളിൽ പ്രതിയായ ഇയാളെ ഏപ്രിൽ 30-നാണ് തൃശൂർ റേഞ്ച് ഡിഐജി 1 വർഷത്തേക്ക് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കി നാടുകടത്തിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം നിയമം ലംഘിച്ച് ഇയാൾ ജില്ലയിൽ പ്രവേശിച്ചുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ തെരച്ചിലിൽ തൃശൂർ മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. കയ്പമംഗലം ഇൻസ്പെക്ടർ എം ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ അതിരൂപത ദിനാഘോഷം തിങ്കളാഴ്ച കൊട്ടേക്കാട് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ നടക്കും. ഉച്ചതിരിഞ്ഞ് 2-ന് നടക്കുന്ന സമൂഹ ദിവ്യബലിക്ക് ആർച്ച് ബിഷപ്പ് മാരാൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മാരാൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിക്കും. വിവിധ ഇടവകകളിൽ നിന്നുള്ള 2000-ഓളം പ്രതിനിധികൾ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. അതിരൂപതയുടെ വർഷത്തെ പുരസ്കാരത്തിന് അർഹരായ ഫാദർ ജോർജ് എടക്കളത്തു, ഡോക്ടർ സിസ്റ്റർ ഡോണറ്റ, ലാസർ പാറയായ്ക്കൽ, ഡോക്ടർ ബെറ്റ്സി തോമസ്, ബ്ലെസൻ കണ്ണനായ്ക്കൽ എന്നിവർക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര, ഫാദർ ജെയ്സൺ മാറോക്കി, CJ ജെയിംസ്, CL ഇഗ്നീഷ്യസ്, വിനേഷ് കൊളങ്ങാടൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തുമ്പൂർമൊഴി 10-6-ൽ കാട് കയറുന്നതിനിടെ ആന റോഡിൽ നിലയുറപ്പിച്ചത് വാഹന ഗതാഗതത്തിന് തടസ്സമായി. രാവിലെ 7 മണിക്കായിരുന്നു സംഭവം. പുഴയിൽ നിന്നും വെള്ളം കുടിച്ചു പോകുന്ന ആനയാണ് റോഡിൽ അരമണിക്കൂറോളം നിന്ന് മുള പറിച്ചു തിന്നത്. ഇതേ തുടർന്ന് വാഹനങ്ങൾ വഴിയിൽ കുടുങ്ങി. ആന പിന്നീട് കാട് കയറി. വടക്കാഞ്ചേരിയിലെ മാലിന്യ സംസ്കരണ രീതികൾ പഠിക്കാൻ വിവിധ പഞ്ചായത്തുകളിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ സംഘം എത്തി. കിലയിൽ പരിശീലനത്തിന്റെ ഭാഗമായി എത്തിയ സംസ്ഥാനത്തെ വിവിധ പഞ്ചായത്തുകളിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരാണ് നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റും കൈമാറ്റ ചന്തയും സന്ദർശിക്കുകയും നഗരസഭാ അധികാരികളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തത്. പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, എറണാകുളം, തൃശൂർ ജില്ലകളിലെ വിവിധ പഞ്ചായത്തുകളിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരാണ് സന്ദർശനം നടത്തിയത്. ഫീൽഡ് തല പഠനത്തിന് ശേഷം നഗരസഭാ കൌൺസിൽ ഹാളിൽ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, നഗരസഭാ സെക്രട്ടറി KK മനോജ് എന്നിവരുമായി സംഘം സംവദിച്ചു. അഖിലേന്ത്യാ റെയിൽവേ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടന്ന അഖിലേന്ത്യാ റെയിൽവേ സമരത്തിന്റെ 50-ാം വാർഷിക സമ്മേളനം മധ്യപ്രദേശ് മുൻ MLA രഘു ഠാക്കൂർ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ HMS ടോമി മാത്യു അധ്യക്ഷത വഹിച്ചു. SRMU തിരുവനന്തപുരം ഡിവിഷണൽ സെക്രട്ടറി S. ഗോപികൃഷ്ണ, പ്രസിഡന്റ് KG സുനിൽകുമാർ, പാലക്കാട് ഡിവിഷണൽ കമ്മിറ്റി ട്രഷറർ ബിജു K. നായർ എന്നിവർ സംസാരിച്ചു. അത്താണി കോഴിക്കുന്നിൽ കാട്ടുപന്നിയിടിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു. കോഴിക്കുന്ന് സ്വദേശി 56 വയസ്സുള്ള ആന്റുവാണ് മരിച്ചത്. ഓട്ടോറിക്ഷയുടെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുകയായിരുന്ന ആന്റുവിന് കാട്ടുപന്നി വന്നിടിക്കുകയായിരുന്നു. എളവള്ളി വാഗ കോലാരി തോടിന്റെ പാർശ്വഭിത്തി കെട്ടിത്തുടങ്ങി. നഗര സഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 85 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത്. പഞ്ചായത്തിന്റെ വടക്കേ അതിർത്തിയായ ശങ്കരൻ പരപ്പിൽ നിന്നും മൂക്കോലക്കുളം വരെയുള്ള കോലാരി തോടിന്റെ പടിഞ്ഞാറ് പാർശ്വഭിത്തിയാണ് കരിങ്കൽ കെട്ടി സംരക്ഷിക്കുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ വാഗ കാക്കാതുരുത്ത് പാടശേഖരത്തിലെ കൃഷിക്കാവശ്യമായ വെള്ളം സംരക്ഷിക്കാനാകും. സമീപ പ്രദേശങ്ങളിലെ കിണറുകൾ റീചാർജ് ചെയ്യുന്നതിനും സാധിക്കും. മറ്റമാളൂർ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിവരുന്ന മഴവെള്ളമാണ് കോലാരി തോട് വഴി മണച്ചാലിൽ എത്തിച്ചേരുന്നത്. കോലാരി തോടിന്റെ പാർശ്വഭിത്തി മറിഞ്ഞ് വെള്ളം ഒഴുകുന്നത് മൂലം പലപ്പോഴും കാക്കാതുരുത്ത് ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷമാകാറുണ്ട്. മുല്ലശ്ശേരി ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ധന്യ രവി, എളവള്ളി അസിസ്റ്റന്റ് എഞ്ചിനീയർ വിജിത KV എന്നിവർക്കാണ് പദ്ധതിയുടെ ചുമതല. 5 വർഷം മുൻപ് നടത്തിയ എളവള്ളി ജനനിധി കോൺക്ലേവിന്റെ തീരുമാനപ്രകാരമാണ് പഞ്ചായത്തിനുള്ളിൽ സമഗ്ര ജലസംരക്ഷണ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് വ്യക്തമാക്കി. ചിത്രകാരി പ്രിയ ഷിബു മാങ്കുറ്റിപ്പാടത്ത് സജ്ജമാക്കിയ ആർട്ട് സ്റ്റുഡിയോ കേരള ലളിതകല അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ശിവരാമൻ പോതിയിൽ, കവി വർഗീസ് ആന്റണി, സീനിയർ ഫോട്ടോഗ്രാഫർ സുനിൽ സബര്യ, രഞ്ജിത്ത് മാധവൻ, പ്രിയ ഷിബു എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച ഇലകൾ മഞ്ഞ പൂക്കൾ പച്ച ചിത്രകലാ ക്യാമ്പിൽ പങ്കെടുത്തവർ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു.
കോടാലി ഫാസ്റ്റ് പാടി സംഘടന കേരള ലളിതകല അക്കാദമിയുടെ സഹകരണത്തോടെ കുട്ടികൾക്കായി നടത്തുന്ന ത്രിദിന ചിത്രകലാ പരിശീലന ക്യാമ്പിന് കോടാലി GLP സ്കൂളിൽ തുടക്കമായി. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. ലളിതകല അക്കാദമി സെക്രട്ടറി N. ബാലമുരളി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. VK കാസിം, TK ലാലൻ, T. ബാലകൃഷ്ണ മേനോൻ, സിൽജ ശിവരാമൻ എന്നിവർ സംസാരിച്ചു. 100ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും. മഴവിൽ സംഘം SSF എരുമപ്പെട്ടി യൂണിറ്റ് സംഘടിപ്പിച്ച സമ്മർ ചിൽ ലൈഫ് സ്കിൽ ക്യാമ്പ് സമാപിച്ചു. 7 സെക്ഷനുകളായി നടന്ന ക്യാമ്പിൽ മുൻ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് MS രാമകൃഷ്ണൻ മുഖ്യാതിഥിയായി. സർട്ടിഫൈഡ് ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനർ സൽമാൻ ഫായിസ് അദനി, SSF തൃശൂർ ജില്ലാ മഴവിൽ ഡയറക്ടറേറ്റ് അംഗം മുഹമ്മദ് അൽത്തോഫ് അദനി എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. മികച്ച ക്യാമ്പർമാർക്കുള്ള സ്റ്റാർ ക്യാമ്പർ അവാർഡ് അയാൻ ആസിം കരസ്ഥമാക്കി. ചൂണ്ടൽ വില്ലേജ് ഓഫീസർ വിൽസൺ ജോസഫ് തെക്കത്തിന് ജോയിന്റ് കൌൺസിൽ കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി VJ മുരളി യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൌൺസിൽ മേഖലാ പ്രസിഡന്റ് പ്രവീൺ ജോബ് അധ്യക്ഷത വഹിച്ചു. CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി KT ഷാജൻ, MV കബീർ, ബാലമുരളി, ഹരീഷ് കുമാർ, പ്രേംരാജ് ചൂണ്ടാലത്ത് എന്നിവർ സംസാരിച്ചു. വെങ്കടങ്ങ പഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി. തൊയ്ക്കാവ് കുരിശുപള്ളിക്ക് സമീപം നടന്ന മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് ചാന്ദിനി വേണു നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ് അധ്യക്ഷയായി. വാർഡ് മെമ്പർ ജസി റാഫേൽ, ജനപ്രതിനിധികൾ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വെങ്കടങ്ങ പഞ്ചായത്തിലെ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ കീഴിലുള്ള എനമാവ് നെഹ്റു പാർക്കിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ജനകീയ പങ്കാളിത്തത്തോടെ ശുചീകരണം നടന്നത്. നെഹ്റു പാർക്ക് ഇൻചാർജ് രഞ്ജിനി മോൾ, PN ബുഷ്ര റഫീഖ്, സുധീർ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പൊഞ്ഞനം ഭഗവതി ക്ഷേത്രത്തിൽ മണ്ണ് മാഫിയ സംഘം കയ്യേറ്റം നടത്തിയതായി പരാതി. ക്ഷേത്രസ്ഥലം കയ്യേറി വിൽപ്പനയ്ക്കായി ലോഡ് കണക്കിന് മണ്ണ് ഇവിടെ സംഭരിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കാട്ടൂർ പൊഞ്ഞനം സ്വദേശി ശ്രീവത്സൻ ദേവസ്വം ഓഫീസർക്ക് പരാതി നൽകി. ഭഗവതി ക്ഷേത്രത്തിന്റെ സ്ഥലങ്ങൾ വ്യാപകമായി കയ്യേറി പ്രവർത്തനങ്ങൾ നടക്കുന്നതായും കയ്യേറ്റങ്ങൾ എത്രയും പെട്ടെന്ന് ഒഴിപ്പിച്ച് നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിൽ ആവശ്യം. പരാതി കൊച്ചിൻ ദേവസ്വം ബോർഡിന് കൈമാറുമെന്നും നടപടി സ്വീകരിക്കുമെന്നും ദേവസ്വം ബോർഡ് ഓഫീസർ അറിയിച്ചു. എളവള്ളി കണ്ടാണശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മറ്റം ചേലൂർ വാഗ റോഡിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. 2.86 കിലോമീറ്റർ ദൂരമുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള കാനകളുടെ നിർമ്മാണം പൂർത്തിയായി. 3 കലുങ്കുകളും ഇതിനകം നിർമ്മിച്ചു കഴിഞ്ഞു. 5 മീറ്റർ വീതിയിൽ BMBC നിലവാരത്തിലുള്ള ടാറിംഗ് നടന്നുവരികയാണ്. റോഡിന് വീതിയില്ലാതിരുന്ന പലയിടത്തും പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായി ഭൂവുടമകൾ സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയിരുന്നു. റോഡരികിൽ തള്ളി നിന്നിരുന്ന 20ഓളം ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് സംസ്ഥാന ബജറ്റിൽ 3.84 കോടി രൂപ വകയിരുത്തിയാണ് റോഡിന്റെ നിർമ്മാണം നടത്തുന്നത്. പൊതുമരാമത്ത് വകുപ്പ് ചാവക്കാട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KV മാലിനി, അസിസ്റ്റന്റ് എഞ്ചിനീയർ സജിത് മോഹൻദാസ്, ഓവർസിയർ CS നിത എന്നിവരുടെ മേൽനോട്ടത്തിലാണ് നിർമ്മാണങ്ങൾ നടത്തുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ നഗരസഭാതല ഉദ്ഘാടനം കൊടുങ്ങല്ലൂരിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ PK ഗീത ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ നഗരസഭാ ചെയർമാൻ KR ജൈത്രൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ LC പോൾ, കൌൺസിലർമാരായ MU ഷിനിജ, PN വിനയ് ചന്ദ്രൻ, EJ ഹിമേഷ്, ചന്ദ്രൻ കളരിക്കൽ, CS സുവിന്ദ, സെക്രട്ടറി NK വൃജ എന്നിവർ സംസാരിച്ചു. പാഞ്ഞാൾ തോട്ടത്തിൽ മനയിലെ മഹാകിരാത രുദ്രയജ്ഞം നാളെ പുലർച്ചെ നടക്കുന്ന കൂറവലിക്കൽ ചടങ്ങോടെ സമാപിക്കും. 7 ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടുകൂടി വേട്ടക്കരന്റെ എഴുന്നള്ളത്തിൽ പരക്കാട് തങ്കപ്പൻ മാരാർ, കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യർ, തിരുവല്ലാമല ഹരി, പാഞ്ഞാൾ വേലുക്കുട്ടി എന്നിവർ പ്രാമാണികരായുള്ള പഞ്ചവാദ്യം നടന്നു.
മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ കടങ്ങോട് പഞ്ചായത്ത് തല ഉദ്ഘാടനം ആദൂർ ഹെൽത്ത് സെന്ററിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ പി എ മുഹമ്മദ് കുട്ടി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് മെമ്പർ ലളിത ഗോപി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി കെ പ്രസന്നൻ, പി ഗോപിക, ആശാ വർക്കർ എം ഡി ആനി തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ കുഴിയിൽ വീണ പശുക്കുട്ടിയെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. പരുത്തിപ്ര പൂങ്കുന്നത്ത് വീട്ടിൽ മുരളീധരന്റെ പശുക്കുട്ടിയാണ് വീടിന് മുന്നിലുള്ള കാർഷിക ആവശ്യത്തിനായി കുഴിച്ച കുഴിയിൽ വീണത്. സേനാ അംഗങ്ങൾ ഹോസ് ഉപയോഗിച്ച് പശുക്കുട്ടിയെ കരക്കി കയറ്റി. വടക്കാഞ്ചേരി സ്റ്റേഷൻ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കലേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മച്ചാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി കുടിവെള്ള പരിശോധന നടത്തി. തെക്കുംകര പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന പരിശോധന പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എൻ പി വിൽസൺ അധ്യക്ഷത വഹിച്ചു. അഷ്റഫ് ദോസ്ത്, ജിജോ പി ജോസ്, സി കണ്ണൻ, സഹൽ ഫൈസി എന്നിവർ സംസാരിച്ചു. ശ്രീരാമവിലാസം ചവള സൊസൈറ്റി പ്ലാറ്റിനം ജൂബിലി സമ്പൂർണ്ണ വാർഷിക പ്രതിനിധി സമ്മേളനം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ കെ അശോകൻ പതാക ഉയർത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ മച്ചാമ്പള്ളി അധ്യക്ഷത വഹിച്ചു. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി മുൻ ഡയറക്ടർ ജി മോഹൻ ഗോപാൽ, എം കെ രാജീവ്, പി കെ അനിൽ, പി കെ അശോകൻ, എം വി ഗോപി, വി കെ രാമൻ തുടങ്ങിയവർ സംസാരിച്ചു. സമുദായങ്ങൾ പട്ടികജാതിയിൽ ഉൾപ്പെടുന്നതിന് ഇതിനകത്ത് 42 പട്ടികജാതികൾ. വാക്കുകൾ പൂക്കുന്നിടമെന്ന ചേറ്റുവയിലെ സാംസ്കാരിക കൂട്ടായ്മയുടെ ഒഫീഷ്യൽ ലോഗോ പ്രകാശനം ചെയ്തു. കവി എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരനും സാംസ്കാരിക പ്രവർത്തകൻ കണ്ണനും ചേർന്ന ലോഗോ പ്രകാശനം ചെയ്തു. കോർഡിനേറ്റർ സുജിത്ത് ടി എ അധ്യക്ഷത വഹിച്ചു. സാജൻ ബാബു, പി ബി ഹുസൈൻ, സിമി അൻവർ തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയമൊന്നുമില്ല, ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ പറയാം. കാരണം ഇവിടെ ഈ സാമൂഹിക കഥാപാത്രം നടക്കുമ്പോൾ അധികം. മറ്റത്തൂർ പഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി മറ്റത്തൂർ പഞ്ചായത്തിൽ അവലോകന യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. നാളെയും മറ്റന്നാളും 3 ജില്ലകളിൽ റെഡ് അലർട്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. കോർപ്പറേഷൻ പരിധിയിലെ തോടുകൂടെ മഴക്കാലപൂർവ്വ ശുചീകരണം വൈകുന്നതിൽ കൌൺസിലർമാരുടെ പ്രതിഷേധം. ഡെപ്യൂട്ടി മേയർ ML റോസിയെ കോൺഗ്രസ് കൌൺസിലർമാർ തടഞ്ഞു. വിയൂർ ജയിൽ പരിസരത്ത് നിന്ന് പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞ പ്രതിക്ക് അന്വേഷണം ഊർജിതമാക്കി. കുപ്രസിദ്ധ മോഷ്ടാവ് തമിഴ്നാട് സ്വദേശി ബാലമുരുകനാണ് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. കൈപ്പറമ്പ് ഏഴാങ്കല്ലിൽ ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി. കുന്നംകുളം പാറയംപാടത്ത് KSRTC ബസ് റോഡിലെ കുഴിയിൽ വീണ് 2 പേർക്ക് പരിക്കേറ്റു. വെളിക്കുളങ്ങര കാരിക്കടവ് ആദിവാസി കോളനിക്ക് സമീപത്ത് മുപ്ലിപ്പുഴയിൽ രൂപപ്പെട്ട മൺതുരത്ത് നീക്കം ചെയ്യാൻ തീരുമാനം. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കൊരട്ടി കോനൂരിൽ കുടുംബ വഴക്കിനെ തുടർന്ന് മുൻ കൊരട്ടി പഞ്ചായത്ത് അംഗത്തിന്റെ വീടും കാറും തല്ലി തകർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് ബന്ധുവിനെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.